നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർക്കിടക വാവിന്റെ പുണ്യം. തൃക്കണ്ണാട് കടപ്പുറത്ത് പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് റൂട്ട് മാറ്റണം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൂട്ട് നിർണയ യാത്ര. ക്യാമ്പസുകളുടെ വർഗീയവൽക്കരണത്തെ ചെറുക്കണം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ SFIയുടെ ശില്പശാല. മലയോര പാതയിലെ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധം. അവകാശങ്ങൾ ഉന്നയിച്ച് ലോട്ടറി ഏജന്റുമാരുടെ സമരം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മികച്ച കരാട്ടെ റഫറിമാരെയും ജഡ്ജിമാരെയും കണ്ടെത്താൻ കാഞ്ഞങ്ങാട്ട് റഫറി ക്ലിനിക് ആൻഡ് എക്സാമിനേഷൻ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വാവുബലി തർപ്പണം. തൃക്കണ്ണാട് കടപ്പുറം ജനസാഗരമായി. പിതൃതർപ്പണത്തിനായി ആയിരങ്ങൾ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്ര സന്നിധിയിലെത്തി. കർക്കിടക വാവ് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ ക്ഷേത്രത്തിലും തൃക്കണ്ണാട് കടപ്പുറത്തും ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം കർക്കിടക വാവ് ഏറെ പ്രാധാന്യമുള്ളതാണ്. പിതൃപ്രീതിക്ക് ഏറ്റവും അനുകൂല കാലവും മോക്ഷവും സാധ്യമാകുന്ന കാലവും ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയായ കർക്കിടക വാവിനാണെന്നാണ് വിശ്വാസം. കൈക്കുടന്നയിൽ എള്ളും പൂവും ജലവും ചേർത്ത് മൺമറഞ്ഞുപോയ പിതൃക്കൾക്ക് അന്നവും ബലവുമായി സമർപ്പിക്കുന്ന ചടങ്ങാണ് പിതൃതർപ്പണം. പിന്മുറക്കാരാൽ നൽകപ്പെടുന്ന ഈ അന്നവും ബലവും ലഭിക്കുമ്പോൾ പിതൃക്കളുടെ അനാഥത്വം നീങ്ങുമെന്നാണ് വിശ്വാസം. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൽ പിതൃതർപ്പണത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഇക്കുറി ഒരുക്കിയിരുന്നത്. തൃക്കണ്ണാട് കടപ്പുറത്ത് 20 തറകൾ ബലിതർപ്പണത്തിനായി സജ്ജീകരിച്ചിരുന്നു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ തിലഹവനവും പ്രാർത്ഥനയും നടന്നു. ക്ഷേത്രം മേൽശാന്തി നവീൻ ചന്ദ്ര കായർത്തായ കാർമ്മികത്വം വഹിച്ചു. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാജേന്ദ്രൻ അളിത്തായ നേതൃത്വമേകി. പിതൃതർപ്പണത്തിനെത്തുന്നവരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സൗകര്യങ്ങളോടുകൂടി തീരദേശ പോലീസും കോസ്റ്റ് ഗാർഡും രംഗത്തുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മലയോര ഹൈവേ വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനവുമായി ബന്ധപ്പെടുത്തണമെന്ന് ആവശ്യം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൂട്ട് നിർണയ യാത്ര തുടങ്ങി. മലയോര ഹൈവേ വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനവുമായി ബന്ധപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ റൂട്ട് നിർണയ യാത്ര സംഘടിപ്പിച്ചു. മലയോര ഹൈവേ റൂട്ട് നന്താരപ്പദവിൽ നിന്നും തുടങ്ങി സുങ്കതകട്ട, പൈവളികെ, പേർല, ബദിയടുക്ക, മുള്ളേരിയ, കള്ളാർ, രാജപുരം, ചിറ്റാരിക്കാൽ, ചെറുപുഴ റൂട്ട് വന്നാൽ ഇത് വെള്ളരിക്കുണ്ട് താലൂക്ക് ആസ്ഥാനവുമായി ബന്ധപ്പെടുത്താൻ കഴിയും. ഈ രീതിയിൽ റൂട്ട് പുനർനിർണയിക്കണമെന്നാവശ്യപ്പെട്ട് രാജപുരത്ത് രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൂട്ട് നിർണയ യാത്ര സംഘടിപ്പിച്ചത്. ആക്ഷൻ കമ്മിറ്റി ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പൊതുപ്രവർത്തകരുടെ സഹകരണം തേടുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് പടുപ്പ്, ആനക്കല്ല്, മാലക്കല്ല്, കള്ളാർ വഴിയുള്ള പാതയായിരുന്നു. എന്നാൽ 2001 നാഗ്പാക് പടുപ്പ് മുതൽ മാലക്കല്ല് വരെയുള്ള ദൂരം തെറ്റായാണ് കണക്കാക്കിയത്. മാലക്കല്ല്, ആനക്കല്ല് റോഡ് ഒഴിവാക്കിയാണ് വിജനപ്രദേശങ്ങളിലൂടെ റൂട്ട് നിർണയിച്ചത്. മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധവും അപ്രായോഗികവുമാണെന്നും അഭിപ്രായം ഉയർന്നിരുന്നു. താലൂക്ക് ആസ്ഥാനവുമായി ബന്ധപ്പെടുത്തി പാത കടന്നു പോവുകയാണെങ്കിൽ ഒട്ടേറെ സർക്കാർ സ്ഥാപനങ്ങളെയും രാജപുരം കോളേജിനെയും ബന്ധപ്പെടുത്താൻ കഴിയും. ഇതേ തുടർന്നാണ് രാജപുരത്ത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം സംഘടിപ്പിച്ചത്. ആദ്യ പ്രവർത്തനം എന്ന നിലയിലാണ് പഠനയാത്ര സംഘടിപ്പിച്ചതെന്ന് മലയോര വികസന സമിതി സെക്രട്ടറി ജോസഫ് കനകമൊട്ട പറഞ്ഞു. ഇത് വന്നു കഴിഞ്ഞാൽ ഈ മലയോര പ്രദേശങ്ങളോടുള്ള അവഗണന അവസാനിപ്പിക്കാം. ഇന്ന് കേരളത്തിലെ വികസനമെല്ലാം തീരദേശത്തും ഇടനാട്ടിലും കൂടിയാണ് ഉള്ളത്. മലയോര പ്രദേശങ്ങളെ ക്രൂരമായി അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. പടിഞ്ഞാറൻ ദിക്കുകളിൽ ടെക്നോ പാർക്കും സ്മാർട്ട് സിറ്റിയും വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും എല്ലാം നിർമ്മിക്കുമ്പോൾ മലയോര പ്രദേശത്തെ ജനങ്ങൾക്ക് പരസ്പരം ബന്ധപ്പെടുവാനുള്ള സൗകര്യം പോലും ഇല്ല. ആ കുറവ് പരിഹരിക്കാനാണ് ഈ മലയോര ഹൈവേ ഉദ്ദേശിക്കുന്നത്. രാജപുരത്ത് നിന്നും ആരംഭിച്ച യാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. പാത കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ നാട്ടുകാർ സ്വീകരണം നൽകി.
യാത്രയ്ക്ക് തുടക്കം കുറിച്ച് ജോസഫ് കനകമൊട്ട ക്യാപ്റ്റൻ ഫൊറോന വികാരി ഫാദർ ഷാജി വടക്കേത്തൊട്ടിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ഷാജി വടക്കേത്തൊട്ടി അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം അബ്രഹാം കടുതോടി, മലയോര വികസന സമിതി സെക്രട്ടറി ജോസഫ് കനകമൊട്ട, MCA ലത്തീഫ്, KK ജെന്നി, KM ബാബു, ടോമി വാഴപ്പള്ളി, ജിജി കുര്യൻ, CT ലൂക്കോസ്, വിനോദ് സ്വാമി, ഫാദർ റെജി കൊച്ചുപറമ്പിൽ, തോമസ് അമ്പക്കാടൻ എന്നിവർ സംസാരിച്ചു. വി കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും MM സൈമൺ നന്ദിയും പറഞ്ഞു. ക്യാമ്പസുകളുടെ വർഗീയവൽക്കരണത്തെ ചെറുക്കാൻ വിദ്യാർത്ഥികൾ കൈകോർക്കണമെന്ന് SFI കോളേജ് ശില്പശാല. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലാണ് ശില്പശാല നടന്നത്. SFI ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കോളേജ് ശില്പശാല SFI കേന്ദ്ര കമ്മിറ്റി അംഗം M ഷാജു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ പറഞ്ഞു വെച്ചാൽ ന്യൂനപക്ഷത്തിൽപ്പെട്ട കുട്ടികളുടെ മനസ്സിനകത്തേക്കാണ് വ്യാപകമായിട്ട് വീട്ടിനകത്തും മറ്റും വാട്സപ്പും മറ്റും ഉപയോഗപ്പെടുത്തിയിട്ട് വർഗീയപരമായിട്ടുള്ള ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വശത്ത് മുസ്ലിം ലീഗ് ശ്രമം സംഘടിപ്പിക്കുന്നു. ഇതേ ശ്രമം തന്നെ മറുവശത്ത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി സ്പോൺസർ ചെയ്യുന്ന വർഗീയത മറുവശത്ത് സംഘടിപ്പിക്കുന്നു. രണ്ട് വർഗീയത എത്രമാത്രം വ്യാപകമായിട്ട് ഒരുപക്ഷെ നമുക്കിടയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നിങ്ങൾ പറയേണ്ടത് SFI RSSനെതിരെ സംസാരിക്കുന്നുവെങ്കിൽ അത് ഹിന്ദുക്കൾക്കെതിരല്ല. SFI മുസ്ലിം ലീഗിനെതിരെയോ NDF സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കൽ പോലും ഞങ്ങൾ മുസ്ലിങ്ങൾക്കും എതിരല്ല. ഞങ്ങൾ കേരള കോൺഗ്രസ് മാണി കട്ടത് പറയുമ്പോൾ മാണി നന്നായി കട്ടും, ഇത്രമാത്രം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനില്ല, കട്ടാലും അല്ലേ. SFI സംസ്ഥാന കമ്മിറ്റി അംഗം മീര ചന്ദ്രൻ അധ്യക്ഷയായി. രജീഷ് വെള്ളാട്ട്, K മഹേഷ്, KV ശ്യാംചന്ദ്രൻ, വൈശാഖ് ശോഭനൻ എന്നിവർ സംസാരിച്ചു. ശില്പശാലയിൽ ആഗോളവൽക്കരണ കാലത്തെ ക്യാമ്പസ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടന്നു. PJ വിൻസെന്റ് ക്ലാസ് എടുത്തു. ക്യാമ്പസുകളിലെ വർഗീയവൽക്കരണം ചെറുക്കാൻ വിദ്യാർത്ഥികൾ കൈകോർക്കണമെന്ന് ശില്പശാല ആഹ്വാനം ചെയ്തു. പാണത്തൂർ കോളിച്ചാൽ റോഡരികിൽ ദ്രവിച്ചു വീഴാറായ മരങ്ങൾ അപകടം കാക്കുന്നു. സർക്കാർ ഉത്തരവ് വന്നിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. പാലം കുലുങ്ങിയിട്ടും കേളൻ കുലുങ്ങുന്നില്ല എന്ന ചൊല്ലുപോലെയാണ് പനത്തടി പഞ്ചായത്തിലെ കാര്യങ്ങൾ. കോതമംഗലം അപകടത്തെ തുടർന്ന് അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് സർക്കാർ ഉത്തരവ് വന്നിട്ടും പനത്തടി പഞ്ചായത്തിൽ നടപടി വൈകുന്നതായി ആക്ഷേപം. കോളിച്ചാൽ പാണത്തൂർ റോഡിൽ മിക്കയിടത്തും മരങ്ങൾ വാഹനയാത്രയ്ക്ക് തടസ്സമാകുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണ്. പാണത്തൂർ പഴയ ബസ് സ്റ്റാൻഡിലെ ഒരു കാഴ്ചയാണിത്. ദ്രവിച്ചു വീഴാറായിട്ടും മരം മുറിക്കാൻ നടപടിയില്ലാത്തതിനാൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും തണലാകേണ്ടവർ നിസ്സംഗത പാലിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് റെഡ് ക്രോസ് സൊസൈറ്റി താലൂക്ക് ചെയർമാൻ സൂര്യഭട്ട് പറഞ്ഞു. സുള്ളിയ റോഡും മടിക്കേരി റോഡും ബന്ധിക്കുന്ന ഈ പാലത്തിനടുത്തുള്ള ഈ മരം ഒരു വളരെ അപകട ഭീഷണി വരുത്തുന്ന ഒരു മരമാണ്. പ്രസ്തുത മരം വളരെ വർഷങ്ങളായിട്ട് അധികാരികളുടെ മുമ്പ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയായി മുറിച്ചു മാറ്റപ്പെടുന്നില്ല. സ്വാഭാവികമായിട്ട് കേരള ഗവൺമെൻറ് തന്നെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ കാസർഗോഡ് ജില്ലാ ചെയർമാൻ ശ്രീ E. ചന്ദ്രശേഖരൻ നായർ ബഹുമാനപ്പെട്ട കാസർഗോഡ് ജില്ലാ കളക്ടറുമായി ബന്ധപ്പെടുകയും അദ്ദേഹം മുറിക്കാനുള്ള ഓർഡർ നൽകിയെന്നാണ് അറിയാൻ സാധിച്ചത്. അപകടാവസ്ഥയിലായ മരം നീക്കണമെന്നാവശ്യപ്പെട്ട് പനത്തടി പഞ്ചായത്തിൽ നിവേദനം നൽകിയെങ്കിലും ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് നടപടിയെടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിലെ അപകടാവസ്ഥയിലായ മരം നീക്കണമെന്നാവശ്യപ്പെട്ട് റെഡ് ക്രോസ് സൊസൈറ്റി ജില്ലാ ചെയർമാൻ റിട്ടയർഡ് RDO E. ചന്ദ്രശേഖരൻ ജില്ലാ കളക്ടറെ സമീപിച്ചിരുന്നു. ജില്ലാ കളക്ടർ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയെങ്കിലും യാതൊരു നടപടിയും പഞ്ചായത്ത് കൈക്കൊണ്ടിട്ടില്ല. അതേസമയം അപകട ഭീഷണി ഉയർത്തിയ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് സോഷ്യൽ ഫോറസ്ട്രിയുടെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും വാല്യുവേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. നമ്മുടെ കാഞ്ഞങ്ങാട് പാണത്തൂർ സ്റ്റേറ്റ് ഹൈവേയുടെ കോളിച്ചാൽ മുതൽ ചെമ്പേരി വരെയുള്ള ഭാഗങ്ങളുടെ ഇരുവശത്തും റോഡിലേക്ക് വീഴാൻ കാത്ത് നിൽക്കുന്ന വൻമരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അതിൻ്റെ വാലുവേഷൻ എടുത്ത് തരാൻ വേണ്ടി നമ്മൾ സോഷ്യൽ ഫോറസ്ട്രിക്ക് നേരത്തെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിൻ്റെ ഒരു നടപടിയൊന്നും ആയിട്ടില്ല. മരം മുറിക്കാൻ നമ്മൾ പെട്ടെന്ന് മുറിക്കാം, പക്ഷേ അതിൻ്റെ കൊത്തുകൂലി കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോഴത്തേന് വമ്പിച്ച ഒരു തുകയാവും. പഞ്ചായത്ത് അതിനെ എത്രയും പെട്ടെന്ന് അതിൻ്റെ മുറിക്കുന്നതിനുള്ളൊരു കട്ടിംഗ് പെർമിഷനെല്ലാം സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ PWD ആയി ബന്ധപ്പെട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അപകട ഭീഷണിയുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റുന്നുള്ള സംവിധാനം പഞ്ചായത്തിന് ചെയ്യാവുന്നതാണ്. അതിന് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അനുമതി നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്.
ഈ PWDയുടെയും സോഷ്യൽ ഫോറസ്ട്രിയുടെയും ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് ഡിലേ ആയി പോകുന്നത്. മുന്നറിയിപ്പുകൾ അവഗണിച്ചും ജനങ്ങളുടെ ആവശ്യങ്ങളെ തിരസ്കരിച്ചും പ്രാദേശിക ഭരണകൂടങ്ങൾ കാട്ടുന്ന അനീതിക്കെതിരെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. പാണത്തൂരിൽ നിന്നും ക്യാമറമാൻ സുനിൽകുമാറിനൊപ്പം അനിൽ പുളിക്കാൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജില്ലാ ലോട്ടറി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഓണത്തിന് ബോണസ് 10,000 രൂപ ഉടൻ നൽകുക, സേവന നികുതി സർക്കാർ അടക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ സേവന നികുതിയുടെ പരിധിയിൽപ്പെടുന്നത് 2008 UPA ഗവൺമെന്റ് സേവന നികുതിയുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കും. അന്ന് ഈ മേഖലയിൽ നമ്മുടെ ട്രേഡ് യൂണിയൻ സംവിധാനമൊന്നും ശക്തമായിരുന്നില്ല. അങ്ങനെ ഒരു ഇടപെടലിനോ അല്ലെങ്കിൽ ശക്തമായി ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ആവശ്യമായിട്ടുള്ള സംഘക്കരുത്തോ സമരശേഷിയോ നമുക്കുണ്ടായിരുന്നില്ല. 2010 കൂടിയാണ് ട്രേഡ് യൂണിയൻ സംവിധാനം വരുന്നത്. അപ്പൊ 2010 കൂടി ഈ സംവിധാനം വന്ന ഉടനെ തന്നെ ലോട്ടറി മേഖലയെ സംരക്ഷിക്കാനും അതുപോലെ ഈ സേവന നികുതിയുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളിൽ നിന്നൊക്കെ തന്നെ ഈടാക്കുന്ന ഈ സംവിധാനം ആരോപിച്ച് കേരളത്തെ സംബന്ധിച്ച് ലോട്ടറി നടത്തുന്നത് സർക്കാരാണ്. അപ്പൊ സർക്കാരാണ് നടക്കേണ്ടത്. സന്തോഷ് കാറ്റാടി അധ്യക്ഷത വഹിച്ചു. ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് KP ദാമോദരൻ, MM ദിനേശൻ, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. ലോട്ടറി ഏജന്റുമാരോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കേരള കരാട്ടെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ റഫറി ക്ലിനിക് ആൻഡ് എക്സാമിനേഷൻ സംഘടിപ്പിച്ചു. കേരള കരാട്ടെ അസോസിയേഷൻ സംഘടിപ്പിച്ച റഫറി ക്ലിനിക് ആൻഡ് എക്സാമിനേഷൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നോറടി ഉദ്ഘാടനം ചെയ്തു. റഫറി കൌൺസിൽ സെക്രട്ടറി ഹൻഷി P സുനിൽകുമാർ മുഖ്യാതിഥിയായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ കരാട്ടെ രംഗത്തെ റഫറിമാരെയും ജഡ്ജിമാരെയും തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയാണ് റഫറി ക്ലിനിക് സംഘടിപ്പിച്ചത്. വുജുത്സു സൊസെ ഇന്റർനാഷണൽ ഇന്ത്യയാണ് കാഞ്ഞങ്ങാട്ട് റഫറി ക്ലിനിക് ആൻഡ് എക്സാമിനേഷൻ സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത്. ചടങ്ങിൽ VV രമേശൻ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് പ്രദീപ് കുമാർ, സെൽസി KP ബാലൻ, സെൽസി KC സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. റൺഷി ഷാജു മാധവൻ സ്വാഗതവും സെൻഷി ജോഷി വർഗീസ് നന്ദിയും പറഞ്ഞു. മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിലെ ഗതാഗതക്കുരുക്കിന് ഉടൻ പരിഹാരമുണ്ടാക്കുമെന്ന് PB അബ്ദുൾ റസാഖ് MLA. ആവശ്യമായ തുക ഉടൻ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും MLA. മഞ്ചേശ്വരം വാണിജ്യ ചെക്ക് പോസ്റ്റിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് യാർഡ് പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായ തുക ഉടൻ അനുവദിക്കുമെന്ന് PB അബ്ദുൾ റസാഖ് MLA അറിയിച്ചു. ആവശ്യമായ പോലീസുകാരെ നിയമിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി MLA അറിയിച്ചു. ഗതാഗതക്കുരുക്ക് കാരണം മംഗലാപുരത്തെ ആശുപത്രിയിൽ പോകുന്നവർ ഉൾപ്പെടെ യാത്രക്കാർ വളരെ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുമായി MLA PB അബ്ദുൾ റസാഖ് ചർച്ച നടത്തിയിരുന്നു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇങ്ങനെയൊരു ഉറപ്പ് നൽകിയത്. ഉത്സവ ഭത്തയിൽ വർധനവ് വരുത്തണമെന്ന ആവശ്യം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ഉത്സവ ഭത്തയിൽ വർധനവ് വരുത്താത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പ്രവർത്തകർ കാഞ്ഞങ്ങാട് പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. KCS നായർ അധ്യക്ഷനായി. E പ്രഭാകരൻ പൊതുവാൾ, MP സുജാതൻ, സരസ്വതിയമ്മ, BP അഗിത്തായ, മുരളീധരൻ, P കുഞ്ഞമ്മു നായർ എന്നിവർ സംസാരിച്ചു. പാടത്തും പറമ്പിലും അധ്വാനിച്ച് തളർന്ന വളയിട്ട കൈകൾക്ക് കലയുടെ താളവും വഴങ്ങും. മടിക്കൈ പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും രസകരമായ മത്സരങ്ങളും അരങ്ങേറി. അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്ന സ്ത്രീകൾ സംഘടിത ശക്തിയായി മാറുകയും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ അധ്വാനത്തിന്റെ പുതിയ ചരിത്രം രചിക്കുകയും ചെയ്തത് ആരും അത്ര വേഗം മറക്കാനിടയില്ല. കുടുംബത്തിന്റെ കെട്ടുറപ്പും സാമ്പത്തിക ഭദ്രതയും വളർത്തുന്നതിൽ ഈ സംഘടിത പ്രസ്ഥാനം മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുടെ 17ാം വാർഷികത്തിന്റെ ഭാഗമായി മടിക്കയിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രീത ഉദ്ഘാടനം ചെയ്തു. കേലത, K സാവിത്രി എന്നിവരും സംസാരിച്ചു. തുടർന്ന് ലളിതഗാനം, മാപ്പിളപ്പാട്ട്, സംഘഗാനം, നാടൻപാട്ട് എന്നിവയിൽ മത്സരം നടന്നു. തേങ്ങ പുതിക്കൽ, തേങ്ങ ചിരകൽ, ഉള്ളിയരിയൽ, ചൂലുണ്ടാക്കൽ എന്നീ മത്സരങ്ങൾ വ്യത്യസ്തത പുലർത്തി. രസകരവും അത്ര തന്നെ ആവേശകരവും കുടുംബിനികളെ സംബന്ധിച്ച് ആസ്വാദികരവുമായ മത്സര ഇനങ്ങളാണ് ഒരുക്കിയതെന്ന് സംഘാടകരും പറഞ്ഞു. ജൂനിയർ, സീനിയർ എന്നീ വിഭാഗങ്ങളിലായിട്ടാണ് ഈ പരിപാടികളൊക്കെ തന്നെ നടത്തുന്നത്. വളരെയധികം ആവേശപൂർവമായ പ്രകടനങ്ങളാണ് കുടുംബശ്രീ മെമ്പർമാരായ മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നത്.
ശാസ്ത്രീയമായ പശുപരിപാലന രീതികളെ അടുത്തറിഞ്ഞ് കർഷകർ. ക്ഷീരവികസന വകുപ്പ്, നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ ചെറുവത്തൂർ ഓലാട്ട് സംഘടിപ്പിച്ച ബ്ലോക്ക് ക്ഷീരസംഗമത്തിലെ സെമിനാറിലാണ് പശുപരിപാലനത്തിന്റെ ശാസ്ത്രീയ രീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തിയത്. ക്ഷീരവികസന വകുപ്പ്, നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായി ഓലാട്ട് നടന്നു വന്ന ക്ഷീരസംഗമം സമാപിച്ചു. ഓലാട്ട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയിലൂടെ ശാസ്ത്രീയ പശുപരിപാലന രീതികൾ കർഷകർ അടുത്തറിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ വളർത്തിയെടുക്കുന്നതിനാവശ്യമായ താല്പര്യം വേണ്ടുവോളം ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും എത്രയോ കൂടുതൽ പാല് അതിന്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ അതിന്റെ വിപണനം ഒരു പ്രധാനപ്പെട്ട വിഷയമായി വന്നപ്പോഴാണ് ആ വിപണനത്തിന് ആവശ്യമായ വിധത്തിൽ സഹകരണ സംഘങ്ങളുടെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ട് ഗ്രാമാന്തരങ്ങളിലെല്ലാം കർഷകർ മേൽനോട്ടം കൊടുത്തുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ട് ക്ഷീരവകുപ്പിന്റെ സർക്കാരിന്റെ സഹായത്തോട് വേണ്ടുവോളെങ്കിൽ പോലും പരിമിതമായ സഹായമാണെങ്കിൽ പോലും സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി എല്ലായിടങ്ങളിൽ നിന്ന് പോലെ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിക്കകത്ത് ഇന്ന് 54 ക്ഷീര സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് തീർച്ചയായിട്ടും വളരെ നല്ല സന്തോഷകരമായ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എ.വി. രമണി അധ്യക്ഷയായി. മികച്ച ക്ഷീരകർഷകരെ കെ.എൻ. സുരേന്ദ്രൻ, എം. ശോഭന, എം. കുഞ്ഞമ്പാടി, പി. ജഗദീശൻ, മുകേഷ് ബാലകൃഷ്ണൻ, പി. പ്രസന്നകുമാരി, ജെസി ടോം, പി. കുഞ്ഞിക്കണ്ണൻ, കെ. നാരായണൻ എന്നിവർ അനുമോദിച്ചു. കെ. മാധവൻ ഇൻഷുറൻസ് ധനസഹായ വിതരണം നടത്തി. ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ, ശാസ്ത്രീയ പശുപരിപാലനം എന്നിവയിൽ എൻ. രമേശ്, എം. ശോഭന, പി. വി. ആസാദ് എന്നിവർ ക്ലാസ് എടുത്തു. ക്വിസ് മത്സരം അഞ്ജു കുര്യൻ, സി. എച്ച്. ആയിഷ, കെ. ശാലിനി, പി. വേണുഗോപാൽ, കെ. സുകുമാരൻ, സി. പ്രീതി എന്നിവർ നിയന്ത്രിച്ചു. വി. കാഞ്ചന, കെ. വി. ഗംഗാധര വാര്യർ, കെ. പി. നാരായണൻ, പി. കുഞ്ഞമ്പു, മാമുനി വിജയൻ, പി. പി. നാരായണൻ, പി. രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് മാത്യു സെബാസ്റ്റ്യൻ, പി. വി. ജയൻ, കെ. ചന്ദ്രൻ, കെ. സുധാകരൻ, എം. പി. വിനീഷ്, കെ. രാജഗോപാലൻ, വി. എം. രാജൻ, സി. വി. നാരായണൻ, സി. മാധവൻ എന്നിവർ സംസാരിച്ചു. കെ. ഗോപാലൻ സ്വാഗതവും പി. വി. മനോജ് കുമാർ നന്ദിയും പറഞ്ഞു. ബ്ലോക്കിലെ 54 സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നായി 500ഓളം കർഷകർ സംഗമത്തിൽ പങ്കെടുത്തു. ആദ്യ ദിനത്തിൽ കന്നുകാലി പ്രദർശനവും നടന്നു. കോടോംബേളൂർ പഞ്ചായത്തിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള അഭിലാഷം യാഥാർത്ഥ്യമായി. കാലിച്ചാനടുക്കം ബസ് സ്റ്റാൻഡ് നാടിന് സമർപ്പിച്ചു. മലയോരത്തെ വിവിധ വിഭാഗം ജനങ്ങളുടെ വർഷങ്ങളായുള്ള മുറവിലക്കാണ് കാലിച്ചാനടുക്കം ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനത്തോടെ പരിസമാപ്തിയായത്. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ കാലിച്ചാനടുക്കം ബസ് സ്റ്റാൻഡിന്റെയും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയ കുടുംബശ്രീ വിപണന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി. പി. ശ്യാമളാദേവി നിർവഹിച്ചു. ജംഗ്ഷനിലുള്ള ബസ് വന്ന് നിൽക്കുമ്പോൾ 2 ബസ് അപ്പുറവും ഇപ്പുറവും നിന്നാലുണ്ടാകുന്ന പ്രശ്നത്തെ സംബന്ധിച്ച് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ബസ് സ്റ്റാൻഡ് എന്തുകൊണ്ടും ഈ പ്രദേശത്തിനും നാട്ടുകാർക്കും അനുകൂലമാണ് എന്നത് തന്നെയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കുടുംബശ്രീ വിപണന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം 17 വർഷക്കാലമായി തുടങ്ങി വെച്ചിട്ടുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും കുടുംബശ്രീയുടെ 17ാം വാർഷികം ആഘോഷിക്കുകയാണ്. 17 വർഷത്തിനപ്പുറം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന അവസ്ഥയും ഇന്ന് 17 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുന്നേറാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന ചെറുതും വലുതുമായ ഉൽപ്പന്നങ്ങളും ഒക്കെ തന്നെ വിറ്റഴിക്കപ്പെടുന്നതിനൊരു കേന്ദ്രം എന്ന രീതിയിലാണ് പഞ്ചായത്തുകളെ കൊണ്ട് തന്നെ കഴിയാതിരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി ഇത്തരം വിപണന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റവും വേഗത്തിലും കൃത്യതയിലും നടപ്പിലാക്കുന്നതിന് കക്ഷി വ്യത്യാസമില്ലാതെ യോജിച്ച പ്രവർത്തനമാണ് നടക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് പി. പി. ശ്യാമളാദേവി പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിക്കുന്ന ഗ്രാമകേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം പ്രസിഡന്റ് സൗമ്യ വേണുഗോപാൽ നിർവഹിച്ചു. ബാനം കൃഷ്ണന്റെ അധ്യക്ഷതയിൽ ടി. നാരായണി, പി. വി. തങ്കമണി, എം. ഗോപാലൻ, സെലീന ഖാദർ, പി. ഗംഗാധരൻ നായർ, ജോസ് ജോസഫ് തുടങ്ങിയവരും സംസാരിച്ചു. നിരവത്ത് ജൂബിലി ചിറ്റ്സ് ഇന്ത്യ ലിമിറ്റഡിന്റെ 15ാമത് ശാഖ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡിന് സമീപം ബാലാജി ടവറിൽ പ്രവർത്തനം ആരംഭിക്കും. ആഗസ്റ്റ് 18-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ശാഖയുടെ ഉദ്ഘാടനം നടക്കുമെന്ന് ജൂബിലി ചിറ്റ്സ് റീജിയണൽ മാനേജർ ടി. സെബാസ്റ്റ്യൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിരവധി ജൂബിലി ചിറ്റ്സിന്റെ കാഞ്ഞങ്ങാട് ശാഖയുടെ ഉദ്ഘാടനം 18-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പി. കരുണാകരൻ MP നിർവഹിക്കും. ജൂബിലി ചിറ്റ്സ് MD വിനീഷ് ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിക്കും. സംസ്ഥാനത്തെ ഏറ്റവും വലിയ
രജിസ്റ്റേർഡ് കിട്ടിയ സ്ഥാപനമാണ് ഈ സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ വളരെ അഭിമാനപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ചിട്ടി മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് 2014 സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ചിട്ടികൾ രജിസ്റ്റർ ചെയ്ത ഒരു നല്ല ധനകാര്യ സ്ഥാപനമാണ് ഈ സ്ഥാപനം. തീർച്ചയായും നമുക്കറിയാം ചിട്ടി മേഖല അല്ലെങ്കിൽ ചിട്ടി വ്യവസായം എന്ന് പറയുന്നത് നിരവധി പ്രതിസന്ധികൾ കൂടി കടന്നു പോകുമ്പോഴും ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജൂബിലിസ് MD ബിനീസ് ജോസഫ്, ബ്രാഞ്ച് മാനേജർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 13 വർഷമായി വഴിയോരത്തെ പക്ഷികൾക്ക് തീറ്റ നൽകുകയാണ് കാലിക്കടവിൽ കടല വിൽപ്പന നടത്തുന്ന കുഞ്ഞിരാമൻ. കൈക്കുമ്പിളിൽ സ്നേഹവുമായി എത്തുന്ന കുഞ്ഞിരാമനോടൊപ്പം കൂട്ടുകൂടാൻ ഇപ്പോൾ വിവിധതരം പക്ഷികളാണ് എത്തുന്നത്. എല്ലാ ദിവസവും ഉച്ചയോടെയാണ് കടലവണ്ടിയുമായി കാലിക്കടവിലേക്കുള്ള കുഞ്ഞിരാമന്റെ യാത്ര. അദ്ദേഹം എത്തുമ്പോഴേക്കും വഴിയോരങ്ങളിലെ മരച്ചില്ലകളിലും കെട്ടിടങ്ങൾക്ക് മുകളിലുമെല്ലാം അവർ കാത്തിരിപ്പുണ്ടാകും. അദ്ദേഹത്തിന്റെ പറവ ചങ്ങാതിമാർ. ദൂരെ നിന്നും കുഞ്ഞിരാമന്റെ കടലവണ്ടിയിലെ വറച്ചട്ടിയിലെ താളം കേട്ടാൽ എല്ലാവരും പാതയോരങ്ങളിലേക്ക് പറന്നിറങ്ങുകയായി. തന്റെ പറവച്ചങ്ങാതിമാർക്ക് കൈക്കുമ്പിളിൽ നിറച്ച സ്നേഹവുമായാണ് അദ്ദേഹത്തിന്റെ വരവ്. വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്ന പക്ഷികൾക്കെല്ലാം വയറു നിറയെ കടല നൽകിയാൽ മാത്രമേ ഈ നല്ല മനുഷ്യൻ കാലിക്കടവിലെ തന്റെ കച്ചവട സ്ഥലത്തേക്ക് എത്തുകയുള്ളൂ. കഴിഞ്ഞ 13 വർഷമായി ഇദ്ദേഹത്തിനിത് പതിവിശീലമാണ്. ആദ്യമൊക്കെ വിരലെണ്ണാവുന്ന അങ്ങാടി പക്ഷികൾ മാത്രമായിരുന്നു കൂട്ടുകാർ. വർഷങ്ങൾ കഴിയുന്തോറും പക്ഷികളുടെ എണ്ണവും കൂടി വന്നു. ഒപ്പം കാക്കകളും മാടപ്രാവുകളും എത്തി തുടങ്ങി. ചന്തേരിയിലെ വീട്ടിൽ നിന്നും തൃക്കരിപ്പൂർ പയ്യന്നൂർ റോഡിലൂടെയാണ് കടലവണ്ടിയുമായുള്ള ഇദ്ദേഹത്തിന്റെ യാത്ര. അങ്ങാടി പക്ഷി പറയുന്നത് അവരാന്നുണ്ടായി. അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടാളും ആദ്യം വന്നു. അങ്ങനെ ഇവർക്കും കൊടുക്കാൻ നോക്കി. അങ്ങനെ അവർ കൊടുക്കുന്നതനുസരിച്ച് കൂടി വന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കൈമലേക്ക് തന്നെ വരാൻ തുടങ്ങി. കാക്ക ഇപ്പോൾ ഇവിടെ മാർക്കറ്റിലെടുത്തപ്പോൾ കാക്കയും വരും. എത്ര മണിയോട് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന്? ഒരു 2 മണി 2:30 കാലിക്കോട്ടിലേക്ക് ഒരു ചില ആൾക്കാർ ഈ ദ്രോഹിക്കുന്നു. ഇപ്പം നമ്മുടെ പിൽക്കോട് പഞ്ചായത്ത് തന്നെ ഉണ്ടല്ലോ. പിൽക്കോട് പഞ്ചായത്ത് ബാക്കിയുള്ള കാര്യത്തിൽ നല്ല ഒരു ഇതാണ്. എന്താണെന്ന് ചെയ്തു കൊടുത്തത്. ഇപ്പം ഈ പ്രാവുകൾ അതിൻ്റെ മേലെ ഇരിക്കുന്നതുകൊണ്ട് അവർ ഒരുപാട് ആയിരക്കണക്കിന് ഉറുപ്പിക ചിലവാക്കിയിട്ട് നെറ്റടിച്ചിട്ടുണ്ട്. ഇവർ ഇരിക്കുന്നതുകൊണ്ട് അതിനെക്കൊണ്ട് എന്താണെന്ന് ദോഷം നമുക്ക് അറിയില്ല. ഭയങ്കര ഇഷ്ടമാണ്. വിൽപ്പനയ്ക്കുള്ളതിനേക്കാൾ കടല നിത്യവും അധികം കരുതും. ഇത് വീട്ടിൽ നിന്ന് തന്നെ വറുത്തെടുക്കുകയും ചെയ്യും. ഇവ പക്ഷികൾക്കുള്ളതാണ്. വണ്ടിക്കുള്ളിലേക്ക് കടന്ന് കടലകൾ കൊത്തിയെടുക്കുന്ന ശീലം പക്ഷികൾക്കില്ല. പക്ഷേ ചിലർക്ക് കയ്യിലിരുന്ന് തന്നെ കടല തിന്നണമെന്നത് നിർബന്ധമാണ്. ഇങ്ങനെ കുഞ്ഞിരാമേട്ടന്റെ യാത്ര എല്ലാവർക്കും കൗതുകമാണ്. വണ്ടിക്ക് മുകളിൽ ചുരുങ്ങിയത് 10 പേരെങ്കിലും സ്ഥാനം പിടിക്കും. ചിലർ ഒപ്പം പറക്കും, മറ്റു ചിലർ പാതയോരത്ത് പറന്നിറങ്ങും. എല്ലാം കൊണ്ടും ഇദ്ദേഹത്തിന്റെ ഈ സഹജീവി സ്നേഹത്തെ എല്ലാവരും അഭിനന്ദിക്കുകയാണ്. ഇതുപോലെ നല്ല മനസ്സുള്ള എത്ര പേർ കാണും നമ്മുടെ സമൂഹത്തിൽ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാഞ്ഞങ്ങാട് നയാ ബസാർ കോംപ്ലക്സിൽ ഇന്ത്യൻ കോഫി ഹൗസിന്റെ എതിർവശത്തായി പ്ലേ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. സയ്യദ് മോഹസിൻ, സയ്യദ് അലവി കോയ തങ്ങൾ, അൽബുഖാരി കല്ലേരി പ്ലേ സ്റ്റോർ മൊബൈൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുണനിലവാരമുള്ള കമ്പനികളുടെ സ്മാർട്ട് ഫോണുകൾ വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ മികച്ച റിപ്പയറിംഗ് സേവനവും പ്ലേ സ്റ്റോർ മൊബൈൽ ഷോറൂമിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർക്കിടക വാവിന്റെ പുണ്യം. തൃക്കണ്ണാട് കടപ്പുറത്ത് പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് റൂട്ട് മാറ്റണം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റൂട്ട് നിർണയ യാത്ര. ക്യാമ്പസുകളുടെ വർഗീയവൽക്കരണത്തെ ചെറുക്കണം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ SFIയുടെ ശില്പശാല. മലയോര പാതയിലെ മരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധം.
അവകാശങ്ങൾ ഉന്നയിച്ച് ലോട്ടറി ഏജന്റുമാരുടെ സമരം. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലാ ലോട്ടറി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മികച്ച കരാട്ടെ റഫറിമാരെയും ജഡ്ജിമാരെയും കണ്ടെത്താൻ കാഞ്ഞങ്ങാട്ട് റഫറി ക്ലിനിക് ആൻഡ് എക്സാമിനേഷൻ സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.